CPS ലെക്ചർ പ്രസൻസ് SKN40 തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മുട്ടിലാണ്. മുട്ടിൽ വയനാട് മുസ്ലിം ഓർഫനേജിലാണ് വന്നിരിക്കുന്നത്. അപ്പം സുർജിത്ത് ഇതിന്റെ വിശദാംശങ്ങളെന്ന് പറഞ്ഞു. ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വലിയ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തുന്ന യത്തീംഖാനയാണിത്. ജമാൽ സാഹിബ് തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ്. അതിങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇവിടെ വരണം എന്നുള്ളത് നമ്മുടെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അതിന്റെ ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാവരും നമുക്ക് അങ്ങോട്ട് കയറാം അല്ലേ? അങ്ങോട്ട് കയറാം. ഓക്കെ, സന്തോഷം. ഓക്കെ, ഹലോ 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 ഹലോ. താങ്ക് യു മോനെ, താങ്ക് യു സാർ. സന്തോഷം. ഇങ്ങോട്ട് കയറാം. ഇത് നമ്മുടെ സെക്രട്ടറിയാണ്. ഹായ് മോളെ. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് സംസാരിക്കണം അല്ലേ? ശരി ശരി. ഒന്നിരിക്കാം അല്ലേ? ഓക്കെ. മുട്ടിൽ നമസ്കാരം. നമസ്കാരം. എവിടെ ഇവിടെ ഇരിക്കാം അല്ലേ? ഇവിടെ വരാൻ പറ്റിയത് വലിയ സന്തോഷം അല്ലേ? മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണക്കാലത്ത് കുറെ നിന്നു. അപ്പൊ ലേറ്റ് ആയപ്പോ കുറെ ആള് ഭക്ഷണം കഴിക്കാം. എത്തിങ്ങാനല്ല ഇവിടെ ഈ സറൗണ്ടിങ്സിൽ 330. പിന്നെ നമുക്ക് ഇവിടെ ഇതിനോടനുബന്ധിച്ച് 10-25 സ്ഥാപനങ്ങൾ വേറെ എന്തൊക്കെയാണത്? ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, CBSE സ്കൂളുകൾ, ഗവൺമെന്റ് സെക്ടറിലുള്ള 1200 ചില്ലാനും കുട്ടികൾ സ്റ്റഡീസ് അടക്കം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ഈ ലഹരി വിരുദ്ധ ഇതിന്റെ പ്രചാരണ സാറ് വന്നതുകൊണ്ട് മയക്കുമരുന്ന് വ്യാപനം തടയുക, അതാണ് നമ്മുടെ പ്രത്യക്ഷമായ ലക്ഷ്യം. അത് ഞങ്ങളൊരു അജണ്ടയും കൂടിയാണ് സാർ. ഞങ്ങളെ ഈ വയനാട്ടിലെ 330 മഹല്ലുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്ഥാപനമാണ്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങള് കൗൺസിലിംഗ് ക്ലാസ്സും മറ്റു എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇവിടെ KTS പോയി ഇവിടെ ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺസ് കുറെ ഉണ്ട്. അതിന് ചെയ്യാനും പഠിക്കാനും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കമ്മിറ്റിയിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഇവിടെ നടത്താൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. അതിനുള്ള ആരംഭം സാറ് വരുന്നതിന് മുന്നോടി അതിന് തീരുമാനം. ഇതാണല്ലേ ഇത് വല്ലാതെ ഗ്രൗണ്ടിലൊക്കെ ഭയങ്കരമായിട്ടാണ്. ഇപ്പൊ ഈ അതിർത്തി പ്രദേശമായതുകൊണ്ട് തമിഴ്നാട്, കർണാടക അതിർത്തി, വയനാട് വഴി കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ എണ്ണം കൂടുതലാണ്. കൊച്ചി, സുൽത്താൻ ബത്തേരി ഏരിയയിലൊക്കെ കർണാടകന്റെയും തമിഴ്നാടിന്റെയും ബോർഡറാണ് നമ്മൾ വയനാട് എന്ന് പറയുന്നത്. ചെക്ക് പോസ്റ്റ് വഴിയും അല്ലാതെയും കടത്താൻ വളരെ സൗകര്യങ്ങളുണ്ട്. അത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വരുന്നതിനെ പറ്റി രൂപം ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലില്ല. അപ്പോൾ അതിനൊക്കെ ഈ പ്രചരണത്തിലൂടെ നമുക്ക് തഴയാൻ കഴിയണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു ഏജൻസിയാണ് വയനാട്ടിൽ WMO എന്ന് പറയുന്നത്. പിന്നെ 3-4 ഇംഗ്ലീഷ് സ്കൂളുകൾ, 2 ഹയർ സെക്കൻഡറി സ്കൂള്, 2 ഹൈസ്കൂള്, UP സ്കൂൾ, ഇങ്ങനെ ഞങ്ങളെ വയനാട് ജില്ലയിൽ റിമോട്ട് ഏരിയയിലുള്ള സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അവിടെയൊക്കെ ഈ ഗ്രാമീണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെ ഇതിനോട് അവരുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള ഭയത്തിലാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനൊരു സംരംഭമായി താങ്കൾ പോലുള്ള ആളുകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വലിയ ഒരു മെച്ചമായിട്ട് ഗുണമായിട്ട് ഞങ്ങൾ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ WMOയുടെ എല്ലാവിധ ആശംസകളും നന്മകളും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നേരുന്നു. നമ്മുടെ നന്ദി. സപ്പോർട്ടും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വലിയ ഒരു സേവനം ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമാണ് WMO എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും. അപ്പോൾ ആ നിലക്കുള്ളൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് വലിയൊരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം. ഇതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പം നിങ്ങളോടല്ലേ നമ്മുടെ റിക്വസ്റ്റ് ഉള്ളത്. അടുത്ത 20-ാം തീയതി നമ്മൾ കോഴിക്കോട് ഒരു അൾട്ടിമേറ്റ് ഡിക്ലറേഷൻ ഉണ്ട്. അതായത് ഇതൊരു വാറാണല്ലോ, ഇതൊരു പോരാട്ടമാണ്. അപ്പം ഈ രാസലഹരി വ്യാപനം തടയണമെന്ന് മാത്രമല്ല, രാസലഹരി വ്യാപനം കൊണ്ട് നടക്കുന്ന ആൾക്കാർ കേരളം വിട്ടു പോകണം. കേരളത്തിൽ ഇതൊന്നും വേര് പിടിക്കില്ല എന്ന് പറയുന്ന നമ്മൾ 1,00,000 പേരുടെ പ്രകടനമുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 4 മണി കോഴിക്കോട് ബീച്ചിലാണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും വരണം. അന്ന് നമുക്ക് ഈ മാക്സിമം ആളെ ഏൽപ്പിക്കണം. കാര്യം ഈ ലഹരി കടത്തുന്നവന് മനസ്സിലാക്കണം കേരളീയ ജനസമൂഹത്തിന്റെ ശക്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എക്സൈസ്, പോലീസ് അവരെ കൊണ്ടൊന്നും തടയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളത്. അപ്പൊ നാട്ടുകാർ ഇതിനെ ഇക്കാര്യത്തിൽ അതാണ് സത്യം. കൂടിപ്പോയി.
ഒരുപാട് കൂടിപ്പോയി, ലേറ്റായി പോയി. അതിന് പ്രചോദനമാവും നിങ്ങൾ ഈ പരിപാടി. തീർച്ചയായിട്ടും താങ്ക് യു. എന്തായാലും ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം. സാർ ആദ്യമായിട്ട് അശ്വിനി സാറൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ പറയാണ്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം. നമ്മൾ ലഹരി കാരുണ്യ പ്രവർത്തനമാണ് ഡബ്ബുവിന്റെ ലഹരി. നടത്തിപ്പ് നമ്മുടെ ഒരു 2,65,000 രൂപ നമുക്ക് ഒരു വലിയ മഹലുകളിൽ നമുക്ക് വ്യക്തിപരമായ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും. വിസിറ്റേഴ്സിന്റെ നേർച്ചകൾ അത്തരം രീതിയിലുള്ള പിരിവുകൾ അങ്ങനെ. പിന്നെ നമ്മൾ റംലാൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഈ നോമ്പിന് ഒരു മാസം നമ്മളൊരു ക്യാമ്പയിൻ നടത്തും വയനാട് മൊത്തം. അപ്പൊ അതിൽ കവറും കൂപ്പണും കൊടുത്തിട്ട് ഞങ്ങളൊരു 1400 കല്യാണം ഇവിടെ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം 1400 15 കൊല്ലം കൊണ്ട്. ഇപ്പൊ ഈ അടുത്ത മെയ് മാസത്തിൽ അടുത്ത കല്യാണം നടക്കാൻ പോകും. എന്താ പറഞ്ഞല്ലോ സുഖയില്. നിങ്ങള് 24-നെ അഭിനന്ദിക്കുക നമ്മൾ. കാരണം ഇത് വലിയ ടാസ്ക്കാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ വെല്ലുവിളിയുള്ള ഒരു മേഖലയാണ്. അത് നിങ്ങൾ ധൈര്യപൂർവ്വം ഒരു എഫേർട്ട് എടുത്തല്ലേ ഇതില്. അത് കേരളത്തിന്റെ തലമുറയെ, യുവത്വത്തെ, അല്ലെങ്കിൽ എല്ലാവരും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാരറിയാം? ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവര് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ അവർ കൊല്ലുന്നത്. അവരേറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അവർ കൊല്ലുന്നത്. അവരിഷ്ടപ്പെട്ട കാമുകിയെ, അവരിഷ്ടപ്പെട്ട ഉമ്മയെ, അമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും കൂടുതൽ അവരെ മനസ്സിൽ അടുപ്പുള്ള ആളുകളെയാണ് അവരെന്ത് ചെയ്യുന്ന കൊല്ലം. അപ്പൊ നമ്മുടെ ശത്രു നമ്മളെ വീട്ടിലാണുള്ളത്. ആ വീട്ടിലുള്ള ശത്രുവിനെ തിരിച്ചറിയാൻ അമ്മമാർക്ക് സാധിക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന എഫേർട്ടിന് എല്ലാവിധ ഭാവുകളും നേരുക. പ്രത്യേകിച്ച് ഈ ഡബ്ല്യുഎംഒക്ക് ഇൻക്ലൂസീവായിട്ട് ഭയങ്കരമായിട്ട് ഇടപെടാൻ പറ്റുന്ന, അതായത് പള്ളികൾ കേന്ദ്രീകരിച്ച് മഹൽ കേന്ദ്രീകരിച്ച് ഇടപെടുന്ന ഒരു സംഘടന കൂടിയാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് ലെവൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ഡബ്ല്യുഎം സംബന്ധിച്ചിടത്തോളം. ഞാൻ പച്ചിലേക്കാടാണ്. ഞങ്ങളെല്ലാ മഹലുകളിലും ഇതിന്റെ സന്ദേശം എത്തിക്കാനുള്ള പുറപ്പെടില്ല. അത് സാറിന്റെ ഞങ്ങൾക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മൾക്ക് അതിശക്തമായിട്ട് വേണം. അതെ, ഇതുവരെ നമുക്ക് ചെറിയ രീതി മതിയായിരുന്നു. ഇനിയിപ്പോ കാര്യം ഒരുപാട് സാധനം ഒഴുകിപ്പോയി. ഞങ്ങൾ ഡബ്ല്യുഎംഒക്ക് മൊത്തം മഹലിന്റെ കോർഡിനേഷൻ ഉണ്ട്. അതിന് ഭാരവാഹികളും അതിന്റെ എല്ലാതും ഉണ്ട്, എല്ലാ സംവിധാനവും. അത് വെച്ചിട്ട് ഞങ്ങൾ അതിലേക്ക് പ്രവർത്തിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. കർശനമായി തന്നെ നിർദ്ദേശം കൊടുക്കും. വേണ്ട റിസോഴ്സ് പേഴ്സണെ ചിലപ്പോൾ സാറ് വിട്ടേറേണ്ടി വരും. തീർച്ചയായിട്ടും എന്ത് സഹായം വേണമെങ്കിലും. കാര്യം നമ്മൾ ലാസ്റ്റ് വാറായിട്ടാണ് കാണുന്നത്, അൾട്ടിമേറ്റ് വാർ. തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. അത് അല്ല, അത് വരാതെ പറഞ്ഞു. അത് ഇവര് കാര്യം ഓരോരുത്തരും ഉത്തരവാദിയാണല്ലോ. ഇത് നമ്മൾ മാത്രം ഉത്തരവാദിത്വമല്ല. ഇത് ഒന്നിച്ചാളിൽ നിൽക്കണം. ബീച്ചിൽ അവിടെ സെക്യൂരിറ്റി. ഞങ്ങൾ എല്ലാ ഫീൽഡിലും രാഷ്ട്രീയം ഒന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നുമില്ല, ഒക്കെ കൂടി മലയാളി ജനസമൂഹം. അത്രേ ഉള്ളൂ. അത് തങ്ങളെന്ന് പറഞ്ഞാൽ മുജീബ് തങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങളിതിലെ കണ്ടു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളവിടെ ഇത്രയും പേർക്ക് ഭക്ഷണം പാക്ക് ചെയ്യുന്നതെല്ലാം കണ്ട് അല്ലേ. ഇങ്ങനെ കാണാൻ പറ്റി. വീണ്ടും സന്തോഷം. ഇവിടെ എല്ലാരും വരും, ബിഷപ്പുമാരും സ്വാമിമാരും എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു പോകുന്ന പ്രസ്ഥാനം ഡബ്ല്യുഎംഒ. അത് സാർ വയനാട്ടിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം. വയനാട്ടിൽ മാത്രമേ ബന്ധമുള്ളൂ അല്ലേ. എല്ലാവരും ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രശ്നങ്ങളും വയനാട്ടിലില്ല. അല്ലാതെ എനിക്ക് മാത്രമല്ല, വയനാട്ടുകാരുടെ വാത്സല്യവും സ്നേഹവും ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു യാത്രക്കിടയിൽ. അതിനും പ്രത്യേകം നന്ദി. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ലൊക്കേഷനോട്ട് നീങ്ങട്ടോ. അല്ല, ഭക്ഷണം കഴിച്ചിട്ടോ? അല്ല, ഞങ്ങളില്ല. അല്ല, ഞാന് ഞാൻ കുറച്ച് കഞ്ഞി എന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒരു ചെറിയൊരു പനിയുണ്ട്. തണുപ്പുണ്ട്. ഞാൻ വണ്ടിയിലിരുന്ന കഞ്ഞി കുടിക്കാൻ ഞാൻ എനിക്ക് അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ ഇറങ്ങുന്നു. ഓക്കെ, താങ്ക് യു. അത് പറഞ്ഞു എടുക്കാം. ശരി ശരി. അവിടെ അപ്പത്തുണ്ടല്ലേ. അപ്പൊ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. ഓക്കെ. ഞങ്ങള് കുറച്ചൊന്ന് വൈകിപ്പോയി. ഹലോ.
ആ അതെ 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 ആ റൂട്ട് കൊടുക്കേ ഹലോ താങ്ക് യു ഇവിടെ വരാൻ പറ്റിയത് ഭാഗ്യം. ഇവിടെ ഇനിയും വരണം. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ മോനെ ഓക്കെ താങ്ക് യു. ഇൻവെൻസ് ആണല്ലേ ഓക്കെ താങ്ക് യു. എന്നെ ഇടിച്ചിട്ടാ ഞാൻ ഇവിടെ കിടക്കും. ഓക്കെ താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും വലിയ ഭാഗ്യം ഇവിടെ വരാം. തീർച്ചയായിട്ടും ബത്തേരി ടൗണില് അല്ലേ? മാനന്തവാടി നമുക്ക് ഈ ഡെവലപ്മെന്റ് കീഴിൽ പഞ്ചായത്തിൽ വെൽഫെയർ കമ്മിറ്റിയിൽ പ്രവർത്തിക്കണം. അത് വെച്ചിട്ട് നമുക്ക് നിങ്ങളെ ഈ പരിപാടി കൃത്യമായിട്ട് ഈസിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സഹായം എല്ലാം വേണം. താങ്ക് യു താങ്ക് യു. നിങ്ങളുടെ വാത്സല്യത്തിന് നന്ദി. ഓക്കെ ശരി ശരി. ഓക്കെ അപ്പൊ സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ സന്തോഷം. കാണാൻ പറ്റും ഞങ്ങള് ബഹുമാനപൂർവ്വം അതെ കൊല്ലത്ത് നിന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. യാത്രയിൽ ഇറങ്ങിയാണ്. ആ യാത്രയ്ക്കകത്ത് ലഹരി ഭീകരമാണ് തിരിച്ചറിവുകൾ ഇറക്കുക. അപ്പൊ എന്താണ് ഒരു 24-ന്റെ ഈ ശ്രമത്തെ ഞങ്ങളെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കാണുകയും എല്ലാവിധ പിന്തുണയും, പ്രത്യേകിച്ച് ഞാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ വയനാട് ജില്ല, പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ ഞങ്ങളുമായിട്ടൊക്കെ വളരെ ആഴത്തിലുള്ള ബന്ധമാണ്. തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കാൻ ഞങ്ങൾ ഇക്കാര്യം ചെയ്യും. അതോടൊപ്പം ഞങ്ങൾക്ക് വെക്കാനുള്ളൊരു നിർദ്ദേശം, ഈ ലഹരി പിടികൂടപ്പെടുന്ന അത് എത്ര അളവ് ചുരുങ്ങിയതായാലും അവർക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നിയമത്തിൽ കർക്കശമായ നിലപാട് പുലർത്തണം. അവർക്ക് ജാമ്യം നൽകാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഡി അഡിക്ഷൻ സെന്റർ അടക്കം അതിനാണ് സർക്കാർ ശ്രമം നൽകേണ്ടത്. അതോടൊപ്പം തന്നെ മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ അവരൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കർശന നിയന്ത്രണം വെക്കണം. മയക്കുമരുന്നിന് ഉപഭോക്താവല്ല, അത് ഉപയോഗിച്ചിട്ടില്ല എന്ന ഒരു നിർബന്ധത്തോടു കൂടി, അല്ല അതൊരു വേണമെങ്കിൽ ഒരു ലഹരി പരിശോധന വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ഒരു സത്യവാങ് എഴുതിയിട്ട് ആണ് വിവാഹത്തിന് ബന്ധപ്പെട്ടവർ അതിന് സാഹചര്യം ഒരുക്കാവൂ. അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിലെ എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഉറപ്പാക്കണം. നിങ്ങൾ നടത്തുന്ന ഈ എഫേർട്ടിനെ ഞങ്ങൾ അങ്ങേയറ്റം
ഒരു ബിഗ് സല്യൂട്ട്. ഓ സന്തോഷം സന്തോഷം. അങ്ങനെയൊക്കെ സപ്പോർട്ട് വേണം അല്ലേ? എല്ലാ നമ്മള് ഇവരെയൊക്കെ ക്ഷണിച്ചില്ലായിരുന്നു ആഷ്മി. അപ്പൊ നമ്മുടെ ഈ വരുന്ന 20-ാം തീയതി നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് ഇതിന്റെ സമാപന സമ്മേളനമാണ്. 1 ലക്ഷം പേര് അണിനിരക്കുന്ന. 1 ലക്ഷം. കാര്യം അറിയാം, ഈ ലഹരി മാളത്തിൽ ഇരുന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നവരുണ്ട്. അമാരൊന്നും ഞെട്ടണം. മലയാളി സമൂഹം ഒറ്റയ്ക്കല്ല, 1 ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന്റെ ഫോട്ടോ പത്രം അന്വേഷിച്ചു. അതോടൊപ്പം ഇതിൽ പിടിക്കപ്പെടുന്നത്, ഈ ലഹരി പിടിക്കപ്പെടുന്നത് വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനം മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. അല്ല ഇത് ഒരുപാട് കടത്തി കഴിഞ്ഞു. എന്നാൽ ഈ സാധനം കണ്ടെയ്നറിലൂടെയോ അതല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ വരുന്നുണ്ട്. അവരെ പിടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇല്ല. അതിനർത്ഥം ഉന്നതരായിട്ടുള്ള പല ആളുകളും ഈ ലഹരി ഇവിടെ എത്തിക്കുന്നതിനും ഇത് വിതരണം ചെയ്യുന്നതിനും സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അവരെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. കോഴിക്കോട് വരണം, കോഴിക്കോട് 20-ാം തീയതി വരണം. ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. സന്തോഷം. മഴയുണ്ടോ സാർ? ഒരൊപ്പമുണ്ട്. ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായ ചികിത്സാ പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പൊ പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ ഒരു കെയർ ഹോം ഉണ്ടാക്കി വരിക. അപ്പൊ അതിന്റെ വാളണ്ടിയേഴ്സ് ആണ് ഞങ്ങൾ. ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളിത് സത്യത്തിൽ നാട്ടുകാരെ കയ്യിൽ കൈ നീട്ടി ഇറന്നുകൊണ്ടാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്നത്. അതായത് 3 നില ബിൽഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, 10000 സ്ക്വയർ ഫീറ്റില്. പിന്നെ പരിപാടി വെച്ചാൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലൊക്കെ പോയി ആളുകളെ കയ്യിൽ നിന്ന് ഈ ആവശ്യം പറഞ്ഞ് ഞങ്ങൾ കളക്ഷൻ സ്വീകരിച്ച് അങ്ങനെയാണ് ഈ പരിപാടി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് ഈ 24-ന്റെ ഒക്കെ ഒരു സഹായമാണ്. അതേപോലെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഞങ്ങളെ പുറകിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒറ്റക്കല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ. അതായത് ഇത് ഓക്കെ പോരെ. അപ്പൊ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ മെസ്സേജ് ഉണ്ടാവും. ഓക്കെ ശരി. ഫ്രണ്ടിലുണ്ട്. അതാ ഇതൊരു ഏതെങ്കിലും ഒരു ആദർശത്തിന്റെ ഒന്നും പുറത്തല്ല. ഇത് ശരിക്കും സാമൂഹികമായിട്ട് എല്ലാവരെയും ജാതി മത ഭേദമന്യേ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മനുഷ്യരായി കണ്ട് മനുഷ്യർക്ക് വേണ്ടി വല്ലാത്തൊരു ഇറങ്ങിത്തിരിക്കൽ, അതിന് എല്ലാവിധ തരത്തിലുള്ള ഞങ്ങളുടെ പിന്തുണയും മാനസികവും ഞങ്ങളുടെ ചിന്താപരവും ഞങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ കഴിയുമോ ആ തരത്തിലുള്ള പിന്തുണകളൊക്കെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി അറിയിക്കുക. അങ്ങയുടെ സപ്പോർട്ടിന് നന്ദി. അങ്ങും അങ്ങയുടെ സഹപ്രവർത്തകരും ഒന്ന് കോഴിക്കോട് വരണം. 20-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നമ്മൾ പ്രഖ്യാപിക്കും. അവസാനത്തെ MDMA കാരൻ കേരളം വിട്ടുപോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അൾട്ടിമേറ്റ് വാറാണ്. ഓക്കെ, അങ്ങയുടെ സപ്പോർട്ടിന് നന്ദി, സഹായത്തിന് നന്ദി. താങ്ക് യു. ഇവിടെ വരാൻ പറ്റിയത് വലിയ ഭാഗ്യം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. പാലിയേറ്റീവിന്റെ ആദരവാണ്. സാന്ത്വന ചികിത്സയാണ് അല്ലേ? ഓക്കെ. എത്രയോ മനുഷ്യർക്ക് ഒരു അഭയ കേന്ദ്രം. ഇതിന്റെ കൂടെ നമ്മള് ഈ ഒരു ലഹരിക്കെതിരെ ഉള്ള ഒരു സ്ക്വാഡ് തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ 24-ന്റെ ഈ ഒരു ധൈര്യം കൂടെ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്. 24 ആണെന്ന് ധൈര്യം. ഓക്കെ, തീർച്ചയായിട്ടും. ഇവര് പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വോളണ്ടിയർമാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ ഇവിടെ? 3 വർഷമായിട്ട് വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. പോകുമ്പോ നമ്മള് രോഗികളെ അടുത്ത് പോകുമ്പോ നമ്മള് പോകും, കൂടെ പോകും. ഡ്രസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒന്ന് കാണാൻ ബിൽഡിംഗ് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ അവസരത്തിൽ വന്നാൽ മതി. ഇന്നിപ്പോ ഞങ്ങൾക്ക് 2-3 പ്രോഗ്രാമായി. ഞാൻ ഇനി ഒരു അവസരത്തിൽ വരാം. ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും വരും കേട്ടോ. 3-ാം നില പണി മറക്കില്ല. എത്രയോ മണിക്കൂറുകളായിട്ട് ഇവിടെ നിൽക്കുക. ആണോ? ഇതെന്തോ ഇടയ്ക്ക് ഇരിക്കുന്നത്?
ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരാളാന്ന് വിചാരിച്ചു. ഓക്കെ, ആണല്ലേ, നന്നായി നന്നായി നന്നായി. ആ പരിചയപ്പെട്ടോ? ആ ആ ഞങ്ങളൊരു കെയർ ഫോം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ എല്ലാ സഹായ ഷുവർ ഷുവർ, ഞങ്ങളുടെ എല്ലാ സഹായം ഉണ്ടാവും. ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ കെയർ ഹോമിന് ചെയ്യും. അതേപോലെ 24 ഞങ്ങളൊന്ന് ക്ഷണിക്കും. എല്ലാവിധ ആശംസകളും. എല്ലാ മാഡത്തിന്റെ പേരെന്താ? വത്സ. മാഡത്തിനെ ഞങ്ങൾ 24ലേക്ക് ക്ഷണിക്കുന്നു. ഒരാൾ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും പോരെ, വണ്ടി പിടിച്ചു പോരെ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു കളി കളിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. ഓ ഷുവർ ഷുവർ. അപ്പം ഇടയ്ക്ക് കയറുന്ന മാഡം എന്തി ഇവരുടെ അഡ്രസ്സും പേരും എല്ലാം കുറിച്ചെടുത്തോളൂ അല്ലേ? ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓ ശരി, ഓക്കെ ഓക്കെ. ഞാൻ BC പഠിക്കാൻ. മനുപിടിക്കന അങ്ങേക്ക് അഭിമാനിക്കാം. സന്തോഷം സന്തോഷം. നല്ല മഴയാണ്. ഓക്കെ ഓക്കെ.